ഹലോ ഗൈസ്, ഇതൊട്ടും പ്ലാൻ അല്ലാത്തൊരു പോക്കാട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ പ്രയാഗ്രാജ് പോകാൻ തോന്നി, ഇതേ പോണു. എൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ കേട്ടോ. 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരണമെന്ന് വിചാരിച്ചിട്ടാണ് പോണേ. പക്ഷേ എന്തായാലും കൂടാൻ ചാൻസ് ഉണ്ട്. ഹൈദരാബാദിൽ എൻ്റെ വർക്ക്സൊക്കെ കഴിഞ്ഞ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് 3 മണിയായി. നാഗ്പൂർ ഹോൾട്ട് ചെയ്യണമെന്നാണ് തീരുമാനിച്ചേക്കണത്. പക്ഷേ അത് 8-ന് പണിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഹോം സ്റ്റേ ഒരെണ്ണം നാഗ്പൂർ അഗോഡ ആപ്പിൽ കൂടി കണ്ടിട്ടാണ് ഞാൻ ശരിക്കും ബുക്ക് ചെയ്യുന്നത് കേട്ടോ. നൈറ്റ് ഒരു 9 മണിയായപ്പോൾ ഞാൻ ബുക്ക് ചെയ്തു. നമ്പറിൽ എത്ര തവണ കോൺടാക്ട് ചെയ്തിട്ടും നോ റെസ്പോൺസ്. പേയ്മെൻറ്റും ചെയ്ത കേട്ടോ. നാഗ്പൂർ എത്തിയിട്ട് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് വിളിച്ചിട്ട് പോലും അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. രാത്രി 1 മണിയായപ്പോഴാട്ടോ ഞാനിവിടെ എത്തിയത്. ലാസ്റ്റ് ഊറ്റ വഴിയില്ലാണ്ട് ഞാൻ ഹെൽപ്പ് ലൈൻ നമ്പറായിട്ട് 100-ൽ കോൺടാക്ട് ചെയ്തു കേട്ടോ. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവരെന്നെ കോൺടാക്ട് ചെയ്യും. പോലീസുകാരൊക്കെ വരികയും ചെയ്തു. പോലീസുകാരെ എന്ന് വിളിച്ചപ്പോൾ അവർ ഡോർ ഓപ്പൺ ചെയ്തു. നോക്കിയപ്പോൾ എന്നാ നല്ല പ്രായമുള്ളൊരു ലേഡി. പോസ്റ്റ് ഓഫീസിൽ എന്തോ റിട്ടയർഡ് ആയ പുള്ളിക്കാരിയാണ്. അവരുടെ ധാർഷ്ട്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും ധാർഷ്ട്യമുള്ള ഒരു ലേഡീനെ കണ്ടിട്ടില്ല. അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് എൻ്റെ ബുക്കിംഗ് അറിയില്ല, അവർക്ക് ഞാൻ പേയ്മെൻറ്റ് ചെയ്തത് ഓർമ്മയില്ല. പോലീസുകാരോടും സെയിം ധാർഷ്ട്യത്തോടുള്ള ബിഹേവിയർ തന്നെ. പോലീസുകാർ വന്നപ്പോൾ തന്നെ പറഞ്ഞു ഇവർക്ക് ലൈസൻസ് ഇല്ലാണ്ടാണ് ഇവർ ഈ ഹോം സ്റ്റേ റൺ ചെയ്യുന്നതെന്നും. ഇവർ ശരിക്കും ഒരു അപ്പാർട്ട്മെൻറ്റിൽ 1-2 ഫ്ലാറ്റ്സ് എടുത്തിട്ടാട്ടോ ഹോം സ്റ്റേ ചെയ്യണത്. സോ അവർക്ക് ലൈസൻസ് ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. ലാസ്റ്റ് പോലീസുകാർ എന്നോട് പറഞ്ഞു ഒരു റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട്. അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. അങ്ങനെ രാത്രി 2 മണിയായപ്പോൾ റിട്ടേൺ കംപ്ലയിൻറ്റും കൊടുത്തു. പോലീസുകാരൊക്കെ നല്ല കോപ്പറേഷൻ ആയിരുന്നു കേട്ടോ. പറയാണ്ടിരിക്കാൻ പറ്റില്ല. വേറെ റൂം എടുത്ത് ഫ്രഷായി ഫുഡും കഴിച്ച് പോവാട്ടോ.